നമസ്കാരം. ഹോർമുസ് കടലിടുക്ക് സ്ഥിരമായി തുറക്കുന്നതിനും പശ്ചിമേഷ്യൻ എണ്ണയുടെ ആഗോള വിതരണം പുനരാരംഭിക്കുന്നതിനുമായി അമേരിക്കയും ഇറാനും തമ്മിൽ നിർണായകമായ ചർച്ചകൾ പുരോഗമിച്ചു. എന്നാൽ ആഗോള എണ്ണ വിപണിയുടെ അടുത്ത നീക്കം ഈ ചർച്ചകൾ നേരിട്ട് പങ്കെടുക്കാത്ത ഒരു രാജ്യത്തെ ആശ്രയിച്ചിരിക്കും എന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. മറ്റാരുമല്ല, അത് ചൈനയാണ്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ അസംസ്കൃത എണ്ണ ഉപഭോക്താവായ ചൈന ഇറാൻ യുദ്ധം മൂലം വിപണിയിൽ പ്രതിദിനം 11 ദശലക്ഷത്തിലധികം ബാരൽ എണ്ണയുടെ കുറവുണ്ടായപ്പോഴും തങ്ങളുടെ വിതരണം സുരക്ഷിതമാക്കാനായി വൻ തന്ത്രങ്ങളാണ് പ്രയോഗിച്ചത്. ഇറക്കുമതി വെട്ടിക്കുറച്ചും സ്വന്തം രാജ്യത്തെ ഭീമമായ സംഭരണശേഷി ആശ്രയിച്ചും ഒപ്പം ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിച്ചും വിലക്കയറ്റത്തിന്റെ വലിയ ഒരു ആഘാതം ആഭ്യന്തര വിപണിയിൽ പ്രതിരോധിക്കാൻ ചൈനയ്ക്ക് കഴിഞ്ഞു. ചൈനയുടെ ഈ നീക്കങ്ങൾ ആഗോള വിപണിയിലും വലിയ പ്രതിഫലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 3 മാസത്തിലേറെ നീണ്ട യുദ്ധ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഈ വർഷം എണ്ണവില ബാരലിന് $200 വരെ ഉയർന്നേക്കാം എന്നാണ് പ്രമുഖ അനലിസ്റ്റുകൾ പ്രവചിക്കുന്നത്. ആഗോളതലത്തിൽ എണ്ണ വിതരണത്തിലുണ്ടായ ആകെ നഷ്ടമെന്നത് 100 കോടി ബില്യൺ ബാരലിലധികം കവിഞ്ഞിട്ടും അസംസ്കൃത എണ്ണവില വലിയ തോതിൽ ഉയരാതെ പിടിച്ചുനിന്നു. ഇതിന്റെ പ്രധാന കാരണം ചൈനയാണ് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ബാക്കി ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഇതൊരു ആശ്വാസമായി മാറാൻ ചൈന നിർണായകമായ പങ്ക് വഹിച്ചിരുന്നു. അതുവഴി ആഗോള സമ്പദ് വ്യവസ്ഥയെയും ഇത് വലിയ തകർച്ചയിൽ നിന്ന് സംരക്ഷിച്ചു. എനർജി തിങ്ക് ടാങ്ക് ആയ എംബറിലെ പ്രിൻസിപ്പൽ ടാൻ വാട്ടർ വ്യക്തമാക്കുകയാണ് ഇക്കാര്യം. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള വ്യാപാരം ഉടൻ സാധാരണ നിലയിലാകും എന്ന പ്രതീക്ഷയിലാണ് ആഗോള ബെഞ്ച്മാർക്കായ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില കഴിഞ്ഞ ദിവസം ബാരലിന് $78 താഴേക്ക് എത്തിയിരുന്നു. അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ആഴ്ചകൾ ബ്രന്റ് ക്രൂഡിന്റെ വില ബാരലിന് $70 താഴെ എത്തിയിരുന്നു എങ്കിലും മെയ് ആദ്യത്തോടെ ഇത് 4 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായി $114 ഒരു ഗവേഷണ കുറിപ്പിൽ സൊസൈറ്റി ജനറൽ അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ്. അതായത് 1973 അറബ് ഉപരോധ സമയത്ത് ആഗോള അസംസ്കൃത എണ്ണ വിതരണത്തിന്റെ വെറും 7% കുറവുണ്ടായപ്പോൾ എണ്ണവില ഉയർന്നത് 134%. എന്നാൽ നിലവിൽ ഇറാൻ യുദ്ധം ആഗോള വിപണിയുടെ 14% ബാധിച്ചിട്ടും വിലയിൽ അത്ര വലിയ കുതിച്ചുചാട്ടം ഉണ്ടായില്ല. ഈ വ്യത്യാസത്തിന് കാരണം വിപണിയെ സമതുലിതമാക്കിയ ചൈനയുടെ അദൃശ്യ ഹസ്തമാണ്. ജപ്പാന്റെ ആകെ എണ്ണ ആവശ്യകതയ്ക്ക് തുല്യമായ പ്രതിദിനം ഏകദേശം 3 ദശലക്ഷം ബാരൽ എണ്ണ ഇറക്കുമതിയാണ് ചൈന കുറച്ചത്. ഇതിനായി ചൈന പ്രധാനമായും 3 തന്ത്രങ്ങളാണ് പ്രയോഗിച്ചത്. അതായത് യുദ്ധത്തിന് മുമ്പ് റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും വില കുറഞ്ഞ രീതിയിൽ ലഭിച്ച എണ്ണ ഉപയോഗിച്ച് ചൈന 100 കോടിയിലധികം ബാരൽ എണ്ണയുടെ വാണിജ്യ തന്ത്രപ്രധാനമായ ശേഖരം ഉണ്ടാക്കിയിരുന്നു. മെയ് മാസം മുതൽ അവർ ഈ വലിയ ശേഖരത്തിൽ നിന്നാണ് എണ്ണ എടുക്കുന്നത്. ആഭ്യന്തര വിതരണം ഉറപ്പാക്കാൻ ഡീൽ, ഗ്യാസോലിൻ എന്നിവയുടെ കയറ്റുമതി ചൈനീസ് സർക്കാർ പരിമിതപ്പെടുത്തുകയും ചെയ്തു. ഇത് ലാഭം കുറഞ്ഞ ചൈനീസ് എണ്ണ ശുദ്ധീകരണ കമ്പനികളെ ആഗോള വിപണിയിൽ നിന്നും കൂടുതൽ അസംസ്കൃത എണ്ണ വാങ്ങുന്നതിൽ നിന്നും നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു. ചൈനയിൽ ഇന്ന് വിൽക്കപ്പെടുന്ന 2 കാറുകളിൽ ഒന്ന് ഇലക്ട്രിക് അല്ലെങ്കിൽ ഹൈബ്രിഡ് വാഹനമാണ്. ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ കണക്കനുസരിച്ച് ചൈനയുടെ ഈ EV വിപ്ലവം മാത്രം കഴിഞ്ഞ വർഷം എണ്ണ ഉപഭോക്താക്കളിൽ നിന്നും പ്രതിദിനം 1 ദശലക്ഷം ബാരൽ എണ്ണയുടെ ആവശ്യകതയാണ് വിപണിയിൽ കുറച്ചത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ എണ്ണ പ്രതിസന്ധിയെക്കുറിച്ച് ആശങ്കപ്പെട്ടതിനു ശേഷം വിപണി ഇപ്പോൾ ഭയപ്പെടുന്നത് മറ്റൊരു കാര്യമാണ്: എണ്ണയുടെ അമിത ലഭ്യത. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് അടുത്ത വർഷം വലിയ തോതിൽ എണ്ണ കെട്ടിക്കിടക്കാൻ കാരണമായേക്കുമെന്നും IEA മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ എണ്ണ ഉൽപാദനം സാധാരണ നിലയിലാകുന്നതോടെ അടുത്ത വർഷം എണ്ണയുടെ വിതരണം ആവശ്യകതയേക്കാൾ പ്രതിദിനം 4.7 ദശലക്ഷം ബാരൽ കൂടുതലായിരിക്കും എന്നാണ് പ്രവചനം. ഹോർമുസ് കടലിടുക്ക് വേഗത്തിൽ തുറക്കുകയാണ് എങ്കിൽ കെട്ടിക്കിടക്കുന്ന 100 ദശലക്ഷം ബാരൽ എണ്ണ പെട്ടെന്ന് വിപണിയിൽ എത്തിക്കാമെന്നാണ് കമ്മോഡിറ്റീസ് ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമായ കെപ്ലറിലെ സീനിയർ ക്രൂഡ് റിസർച്ച് അനലിസ്റ്റ് വ്യക്തമാക്കുന്നത്. ഒപ്പം US ഉപരോധം നീക്കുകയാണ് എങ്കിൽ ഇറാനും ഉൽപാദനം ശക്തമായി വർദ്ധിപ്പിച്ചേക്കും എന്നാണ് നിലവിലെ റിപ്പോർട്ട്.